ഒരു മരണവാർത്ത നമ്മൾ കേട്ടു വാട്സപ്പിലൂടെ, ഒരു മരണവാർത്ത. ഈ മരണവാർത്ത കേൾക്കുമ്പോൾ നമുക്ക് കോപ്പി പേസ്റ്റ് അടിക്കാൻ പറ്റും. അവിടെ നമ്മൾ സേവ് ചെയ്ത് വെച്ച സ്റ്റിക്കേഴ്സ് ഉണ്ടാകും, അറബിയിലും മലയാളത്തിലും ഒക്കെ ഉള്ളത്. പലരും ഇത് അയക്കുകയാണ്. ഒരു മുസീബത്ത് കേട്ടാൽ നാം പറയുന്നത് വേറൊരാളെ അറിയിക്കണം എന്നത് പ്രത്യേകിച്ച് സുന്നത്തില്ല. ശരിക്കും ശ്രദ്ധിക്കുക. നമ്മൾ ചൊല്ലുന്ന ഒരു ദിക്ർ, നമ്മൾ ചൊല്ലുന്ന ഒരു ദുആ, അത് വേറൊരാളെ കേൾപ്പിച്ച് അയാൾക്ക് അയച്ചു കൊടുക്കണം എന്ന നിബന്ധനയേ ഇല്ല. മറിച്ച് അങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഒരു ഇബാദത്ത് എന്നുള്ള നിലക്ക് നമ്മൾ ചൊല്ലേണ്ടതാണത്, നമ്മൾ പറയേണ്ടതാണത്. അയാൾക്ക് അയച്ചു കൊടുക്കാനുള്ളതല്ല, അത് വേറൊരു വ്യക്തിക്ക് അയച്ചു കൊടുക്കാനല്ല ഈ ദിക്ർ ദുആ, നമ്മൾ ചൊല്ലേണ്ടതാണിത്. ഉദാഹരണത്തിന് നമുക്കൊരു കടം ഉണ്ട്, നമുക്കൊരു കടബാധ്യത ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റിക്കർ വേറൊരാൾക്ക് അയച്ചു കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ദുആ ചെയ്യണം, അല്ലാഹുമ്മ ക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക് വ അഗ്നിനി ബി ഫദ്ലിക അമ്മൻ സിവാക് എന്ന് പടച്ച റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കല്ലേ വേണ്ടത്. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്, അതൊരു ടൈപ്പ് ചെയ്ത് വേറൊരാൾക്ക് അയച്ചു കൊടുത്തിട്ട് കാര്യമുണ്ടോ? അയാളോടാണോ നമ്മുടെ ദുആ? റബ്ബിനോടല്ലേ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഇബാദത്ത് നമ്മൾ ചെയ്യണം. നാവ് കൊണ്ട് പറഞ്ഞാലേ അത് ദിക്റായും ദുആയും പരിഗണിക്കപ്പെടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, സ്റ്റിക്കർ അയക്കുന്നതിന് കുഴപ്പമില്ല, നമ്മൾ എഴുതി അയക്കുന്നതിന് കുഴപ്പമില്ല, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ പറയേണ്ടത് നമ്മൾ പറയണം. അപ്പോഴേ നമുക്ക് പ്രതിഫലം കിട്ടൂ, ഇല്ലെങ്കിൽ പ്രതിഫലം കിട്ടൂല. പിന്നെ എന്തിനാണ് സ്റ്റിക്കർ അയക്കുന്നത് അനുവദനീയമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്? എന്തിനാന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ ആൾക്ക് ഇദ്ദേഹം ഈ ഇൻഫർമേഷൻ കേട്ടോ, ഇദ്ദേഹം അത് വായിച്ചോ, ഞാനത് കണ്ടു എന്ന ഒരു സമാധാനത്തിന് വേണ്ടിയാണ് ഈ തിരിച്ചയക്കുന്നത്.